ഹലോ ഗൈസ്, ഇന്നത്തെ റിവ്യൂ കുറച്ച് അടിപൊളി വെജ് ആൻഡ് നോൺ വെജ് അച്ചാറുകളാണ് ഫ്രം ഇല്ലൂസ്. ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അച്ചാറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇല്ലൂസിൻ്റെ ടാഗ് ലൈൻ തീരദേശത്തിൻ്റെ തനത് രുചി എന്നാണ്. അതായത് കൂടുതൽ തീരദേശത്ത് കിട്ടുന്ന നമ്മുടെ മത്സ്യം, അതായത് ഫിഷ് അച്ചാറുകളാണ് ഇല്ലൂസിൻ്റെ സ്പെഷ്യാലിറ്റി. എന്ന് വെച്ചിട്ട് വെജ് ചെയ്യില്ല എന്നല്ല, എല്ലാം ചെയ്യും. പക്ഷേ ആളുടെ സ്പെഷ്യാലിറ്റി മത്സ്യം ഇതാണ്. അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക, തീരദേശത്തെ അച്ചാറുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ അച്ചാറാണ് കേര അച്ചാർ, കേരമീൻ. ആഹാ, ഞാനൊന്ന് വയ്ക്കും. ഇതുണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസസ് ആണ്, ഒരുപാട് എണ്ണയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് കഴിച്ച് നോക്കാം. നമ്മുടെ കേര അച്ചാറാണ്. നല്ല പഞ്ചു, നല്ല എരിവുണ്ട്. അപ്പോൾ കേര അച്ചാർ. കരിമീൻ അച്ചാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരിമീൻ, ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ അച്ചാർ കഴിക്കാൻ പോകുന്നത്. എൻ്റെ വയൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് കരിമീൻ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കരിമീനൊക്കെ അച്ചാർ ഇടും ആൾക്കാർ, ഇടുമായിരിക്കും അല്ലേ? ഇതുണ്ട്, ഇതാണ് കരിമീൻ അച്ചാർ. കഴിച്ചു നോക്കട്ടെ. ഡിഫറെൻറ്റ്. നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫിഷിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കരിമീൻ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയുടെ അടുത്തുനിന്ന് കരിമീൻ അച്ചാർ. അടുത്തത് എന്താ നോക്കട്ടെ. അടുത്തത് സ്രാവ്. ഞാൻ പറഞ്ഞില്ലേ, തീരദേശം കംപ്ലീറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ്. ഓരോ അച്ചാർ തുറക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ സ്രാവ് അച്ചാർ കാണുന്നുണ്ടോ? നല്ല വലിപ്പമുള്ള പീസസ് ആണ്, ഒരുപാട് ഇങ്ങനെ എണ്ണയൊന്നും നിൽക്കാതെ. ഇത് സ്രാവ് അച്ചാർ. മക്കളെ, വീട്ടിൽ ചോറ് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ഒരു അച്ചാർ വാങ്ങി വെച്ചാൽ മതി. കിൻഡിൽ കണക്കിൽ നിങ്ങൾ ചോറ് കഴിക്കും. സൂപ്പർ. ഇല്ലൂസ് നോൺ വെജ് മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല വെജ് അച്ചാർസും ഇല്ലൂസ് ചെയ്യും. ഇത് മാങ്ങ കാന്താരി അച്ചാർ. വെറൈറ്റി അല്ലേ, മാങ്ങ കാന്താരി അച്ചാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കഴിക്കണ്ട. ഇതൊക്കെ മണത്താൽ മതി, മണത്താൽ